Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പാസ്ത. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ പാസ്ത ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം മാക്രോണി പാസ്ത എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എടുത്തിരിക്കുന്ന ഒരു 3 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടൊമാറ്റോ വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞത്, 3 ബീൻസ് അരിഞ്ഞത്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല ബോയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ വാങ്ങിക്കുന്ന പാക്കറ്റിന് പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഇത് എത്ര മിനിറ്റ് കൊണ്ട് കുക്കാകും എന്നുള്ളത്. അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് ഞാനിവിടെ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിനെ കൂടെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലോട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത്, ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയെ അരിഞ്ഞു ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴട്ടുക. ഒത്തിരി വഴട്ടണ്ട, ഒരു ലൈറ്റ് പിങ്ക് കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റുക. ഇനി എടുത്ത് വെച്ചിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരു 4 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ടൊമാറ്റോ നല്ല വഴണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് മസാല ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇടാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ഇതിൻ്റെ അകത്തോട് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കുക.
ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി എടുത്ത് വെച്ചിട്ട് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു.